അസ്സലാമലൈക്കും ഉസ്താദേ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പറ. അസ്സലാമലൈക്കും ഉസ്താദേ, നിങ്ങൾ എനിക്ക് ചില സംശയങ്ങൾ തീർത്തരാന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നോ? ഓർമ്മയില്ല, എന്നാലും പറ. ഈ ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തില് ഒരാൾ നമ്മളോട് ചോദിക്കുക, എന്താണ് ശിർക്ക്? ഖുർആന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ശിർക്ക് എന്നൊരു ചോദിച്ചാൽ, ശിർക്ക് എന്താണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണം. അത് ഖുർആൻ പറഞ്ഞു തരണം എന്താ ശിർക്ക് എന്ന്. ഖുർആൻ എന്താ പറഞ്ഞേ? ശിർക്ക് പരിചയപ്പെടുത്തുന്ന എമ്പാടും ആയത്തുകൾ ഖുർആൻ്റെ അകത്തുണ്ട്. എന്താണ് ശിർക്ക് എന്ന് പരിചയപ്പെടുത്തുന്ന, പറഞ്ഞു തരുന്ന, പഠിപ്പിക്കുന്ന എമ്പാടും ആയത്തുകൾ ഖുർആൻ്റെ അകത്തുണ്ട്. അതിൽ ചിലത് അല്പം ഭാഗം മാത്രം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. ശിർക്ക് എന്ന് പറഞ്ഞാൽ പങ്കു ചേർക്കുക. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനാണ് ശിർക്ക് എന്ന് പറയുക. അള്ളാഹുവിൽ എങ്ങനെയാ പങ്കു ചേർക്കുക? അള്ളാഹുവിന് മാത്രമുള്ള കഴിവ്, മറ്റൊരാൾക്കും ഇല്ലാത്ത കഴിവ്, അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവ് മറ്റാർക്കെങ്കിലും ഉണ്ട് എന്ന് സങ്കല്പിക്കുന്നതിന് ഇല്ല കേട്ടോ, ഒരാൾക്കുമില്ല. അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവ് ലോകത്തൊരു ശക്തിക്കുമില്ല, ഒന്നിനുമില്ല അള്ളാഹ്ക്കല്ലാതെ. അങ്ങനെ അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവ് മറ്റാൾക്കുണ്ട് എന്ന് സങ്കല്പിക്കുന്നതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതിൽ ഒരു ശിർക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരാം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ്, ഒന്ന്, ഇൻ തദൂഹും, നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു നോക്ക്. ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ വിളി, പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. ആര് കേൾക്കില്ല? അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ലേ? ലോകത്തുള്ള കോടാനുകോടി മനുഷ്യരുടെ കൂട്ടത്തിൽ ഭൂരിപക്ഷവും, അത് മുസ്ലിങ്ങളാകട്ടെ അമുസ്ലിങ്ങളാകട്ടെ, ഭൂരിപക്ഷവും ഏത് വിഭാഗത്തിലാകട്ടെ, ഭൂരിപക്ഷവും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. അള്ളാഹിനോടെ പ്രാർത്ഥിക്കാവൂ, പക്ഷെ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് ഭൂരിപക്ഷവും. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഒമാ യുഅ്മിനു അക്സറഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ ഭൂരിപക്ഷവും മുശ്രിക്കുകളായിക്കൊണ്ടാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ മാത്രം ഉസ്താദുമാർ മാത്രം നോക്ക്. കേരളത്തിലുള്ള മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുശ്രിക്കുകളാണ്. ഖുർആൻ അതാ പറഞ്ഞ്, ഒമാ യുഅ്മിനു അക്സറഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ മുശ്രിക്കുകളായിക്കൊണ്ടാണ് വിശ്വസിക്കുന്നത്. അതിനാണ് അതിൻ്റെ വ്യാഖ്യാനം എന്ത്? ഇൻ തദൂഹും, നിങ്ങൾ അവരോട് വിളിച്ച് പ്രാർത്ഥിച്ചു നോക്ക്. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുഹമ്മദ് നബി, മൊയ്തീശങ്ങൾ, മനുബത്ത ബീവി, കുപ്പസ്വാമി, മമ്പ്രന്തങ്ങൾ, ഉള്ളാളം, അജ്മീർ, നാഗൂർ, ഏർവാടി, മുത്തുപേട്ട പോലുള്ളവരോട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു നോക്ക്. ഇൻ തദൂഹും ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ ആ പ്രാർത്ഥന, ആ ദുആ അവർ കേൾക്കുകയില്ല. വലവു സമീഉ, ഇനി അവർ കേട്ടു എന്ന് വിചാരിക്കുന്ന, അവർ കേൾക്കുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഗുരുവായൂരപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. കൊടുങ്ങല്ലൂരമ്മേനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവർ കേൾക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. മൊയ്തീശങ്ങളെ വിളിക്കുന്നത്, മുനമ്പത്ത ബീവിനെ വിളിക്കുന്നത് അവർ കേൾക്കും എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ മസ്തജാബൂലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം തരില്ല. അള്ളാഹുവിനാണെ വിളിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ അള്ളാഹു കേൾക്കും. അള്ളാഹു അല്ലാത്തവർ പ്രാർത്ഥന കേൾക്കില്ല. അവർക്ക് ആ പ്രാർത്ഥന കേട്ട് ഉത്തരം ചെയ്യാനും കഴിയില്ല. യൗമൽ ഖിയാമത്തി, നാളെ പരലോകത്ത്, യക്ഫറൂന ബിശിർക്കിക്കും, നിങ്ങളുടെ ഈ ശിർക്ക്, ഇപ്പം മനസ്സിലായ ശിർക്ക് എന്താണ്? അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നതാകും ഒന്ന് ശിർക്ക്. അത് പ്രാർത്ഥന ആരോടെ പാടുള്ളൂ? അള്ളാഹുവിനോട്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാലോ അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അതായത് അള്ളാഹുവിന് ഉള്ള കഴിവ്, പ്രാർത്ഥന കേൾക്കാനുള്ള, ഉത്തരം നൽകാനുള്ള അള്ളാഹുവിന് മാത്രമുള്ള കഴിവ്
ഇവർക്കുണ്ട് എന്ന് സങ്കല്പിക്കുന്നു. അങ്ങനെയാണ് ശിർക്ക് വരുന്നത്. അതാണ് ശിർക്ക്, അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെ അത് മാത്രമല്ല, നോക്ക്, ദാലിക്കും അതുണ്ടല്ലോ, ബി അന്നഹു, അതായത് ഇദാ ദുഹിയല്ലാഹു വഹ്ദഹു, അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് അവരോട് പറഞ്ഞാൽ, ഈ മുസ്ലിയാക്കന്മാരോട്, ഉസ്താദുമാരോട്, സമസ്തക്കാരോട്, ഈ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോട് അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്നവരോട് പറഞ്ഞാൽ കഫർത്തും, അവർ നിഷേധിക്കും. നമ്മൾ കാണുന്നല്ലോ സമസ്തക്കാരെ സംബന്ധിച്ച്, ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ സത്യമായിരിക്കുമല്ലോ, ഖിയാമത്ത് നാൾ വരെ അത് സത്യമായിരിക്കും. നിങ്ങൾ അള്ളാഹിനോടെ വിളിച്ച് പ്രാർത്ഥിക്കാവൂ, മരിച്ചവരോട് വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞാൽ അവർ നിഷേധിക്കും, കഫർത്തും. ഇനിയോ വയിൻ യുശ്രിക്ക് ബിഹി, അതാണ് ശിർക്ക്, കണ്ടോ, വയിൻ യുശ്രിക്ക് ബിഹി. ഇനി അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പറഞ്ഞാലോ, അതായത് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ സമസ്തക്കാരോട്, മൗലന്മാരോട് പറഞ്ഞാൽ തുഅ്മിനു, എങ്ങനെ തുഅ്മിനു, നിങ്ങളത് അവിശ്വസിക്കുന്നു. ഇപ്പോൾ ശിർക്ക് വളരെ വ്യക്തമായിട്ട് ഏത് കുഞ്ഞുങ്ങൾക്കും മനസ്സിലാവുന്ന രൂപത്തിൽ അള്ളാഹു പറഞ്ഞു വന്നു എന്താ ശിർക്ക്. ഇനി അത് മാത്രമല്ല, ശിർക്കിനെ വീണ്ടും അള്ളാഹു പരിചയം, വലാ യുശ്രിക്ക് ബി, നിങ്ങൾ പങ്കു ചേർക്കരുത്, ബി ഇബാദത്തി റബ്ബിഹി അഹദ. അപ്പം എന്താ പറഞ്ഞ്, വലാ യുശ്രിക്ക് ബി ഇബാദത്തി റബ്ബിഹി അഹദ, ഒരാൾക്കും ഇബാദത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഒരാളോടും പ്രാർത്ഥിക്കരുത്. അതെന്താണ്? ശിർക്കാണ്. വളരെ വ്യക്തമായിട്ട് ഖുർആൻ ആവർത്തിച്ച് പല വിധത്തിൽ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇനി നോക്ക്, വലാ യുശ്രിക്ക്, നിങ്ങൾ പങ്കു ചേർക്കരുത്, ഫി ഹുക്മിഹി അഹദ, അവൻ്റെ അധികാരത്തിൽ നിങ്ങൾ പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞാൽ, മറഞ്ഞ കാര്യം ആർക്കും അറിയൂ, ലോകത്ത് ആർക്കും അറിയില്ല അള്ളാഹ്ക്കല്ലാതെ. മറഞ്ഞ കാര്യം അള്ളാഹ്ക്കല്ലാതെ ആർക്കും അറിയില്ല, അതിൽ നിങ്ങൾ പങ്കു ചേർക്കരുത്. എന്നാൽ സമസ്തക്കാരോ മൗലന്മാരോ മറഞ്ഞ കാര്യം എവിടുന്ന് വിളിച്ചാലും കേൾക്കാനുള്ള കഴിവാർക്കേ ഉള്ളൂ, അള്ളാഹ്ക്ക് മാത്രം. അത് മറഞ്ഞ കാര്യമാണ്, അള്ളാഹ്ക്കേ അറിയൂ. എവിടുന്ന് വിളിച്ചാലും അള്ളാഹ് മാത്രമേ കേൾക്കുമ്പോൾ ഒരുത്തനും കേൾക്കില്ല. എന്നാലോ എവിടുന്ന് വിളിച്ചാലും വായ് കൂടാതെ ഉത്തരം ചെയ്യുന്നവർ, എങ്ങനെ രണ്ടും ഉത്തരം ചെയ്യാനായിരിക്കേ കഴിയൂ അള്ളാഹ്ക്ക്, എവിടുന്ന് വിളിച്ചാൽ കേൾക്കാനായിരിക്കേ കഴിയൂ അള്ളാഹ്ക്ക്. ഒരൊറ്റ വാക്കിൽ രണ്ട് ശിർക്കാണ് മൗലന്മാർ ചെയ്യുന്നത്, രണ്ട് ശിർക്ക് ഒന്നിച്ച്. ഒന്ന്, എവിടുന്ന് വിളിച്ചാലും അള്ളാഹ്ക്ക് കേൾക്കാനുള്ള അള്ളാഹിൻ്റെ മാത്രമുള്ള കഴിവ് മൊയ്തീസ്യങ്ങൾക്ക് സങ്കല്പിച്ചു, അവിടെ ശിർക്ക് ചെയ്തു. രണ്ടാമത് എന്താണ്? ഫി ഉക്മിഹി അഹദ, അവൻ്റെ അധികാരത്തിൽ കൈകടത്തി. ഏതാധികാരം? ഉത്തരം ചെയ്യാനുള്ള അധികാരം. വിളിച്ചാൽ പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യാനല്ല. ഇങ്ങനെ എമ്പാടും ആയത്തുകൾ ഖുർആൻ പരിശോധിച്ചാൽ ശിർക്ക് എന്താണെന്ന് മനസ്സിലാക്കി തരും. അസ്സലാമു അലൈക്കും.